ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തന്നെ തൻ്റെ പല പ്രസംഗങ്ങളിലായിട്ട് പറഞ്ഞത് 6 അല്ലെങ്കിൽ 7 പ്രാവശ്യമെങ്കിലും മറിയയെ സഹരക്ഷകയായിട്ട് വിശേഷിപ്പിച്ചിട്ടുണ്ട്. യേശുക്രിസ്തു മരിച്ചുയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ് ഒരു 1820 വർഷം കഴിഞ്ഞൊരു പുതിയ ഉപദേശം കൊണ്ടുവരിക, അമലോത്ഭവ എന്നുള്ള ഉപദേശം. പ്രത്യേക കൃപ കൊടുത്ത് ഒരാളെ പാപിയല്ലാതാക്കാനുള്ള ഒരു മാർഗം ഉണ്ടായിരുന്നു എങ്കിൽ ദൈവം എന്തുകൊണ്ട് തൻ്റെ പുത്രനെ കൊല്ലാനായിട്ട് തീരുമാനിച്ചു? ദൈവം ക്രൂരനായ ഒരു പുത്രഹന്താവായിട്ട് മാറത്തില്ല. മറിയ പാപിയാണെന്ന് മറിയയ്ക്ക് തന്നെ ബോധ്യമുണ്ടായിരുന്നു. ലൈഫ് ഫോക്കസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മളോടൊപ്പം ലൈഫ് ഫോക്കസിന് ഏറെ പരിചിതനായ ശ്രീ ജെയിംസ് വർഗീസ് IAS ആണ് നമ്മളോട് ഒപ്പമുള്ളത്. സ്വാഗതം ചെയ്യുന്നു സർ. സാർ, ഈ നാളുകളിൽ സോഷ്യൽ മീഡിയയിലും അതുപോലെ മറ്റ് മാധ്യമങ്ങളിലുമൊക്കെ ഒരു ചൂടേറിയ ചർച്ച ഉണ്ടായൊരു വിഷയമുണ്ട്. മാർപ്പാപ്പ പറഞ്ഞതായിട്ട് മറിയ ഒരു സഹരക്ഷകയല്ല. എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ച ആ ഒരു വാർത്ത? ശരിയാണ്. ഈ അടുത്ത കാലങ്ങളിൽ കത്തോലിക്കാ സഭയുടെ ഉപദേശ വിഷയങ്ങളെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്ന മെയ്റ്റർ പോപ്പുലി ഫിഡിലിക്സ് എന്ന് പറയുന്ന ആ സംവിധാനത്തിൽ നിന്നുള്ള ഒരു പ്രസ്താവന, പോപ്പിൻ്റെ അംഗീകാരത്തോട് പുറപ്പെടുവിച്ചിട്ടുള്ള ഒരു പ്രസ്താവന അല്ലെങ്കിൽ ഒരു പ്രഖ്യാപനം ഒരുപാട് മാധ്യമ ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട്. അതിൽ യേശുക്രിസ്തുവിൻ്റെ അമ്മയായ മറിയയെ ഒരു സഹരക്ഷകയായിട്ടും അതുപോലെ മധ്യസ്ഥയായിട്ടും ഔദ്യോഗികമായിട്ട് പറയേണ്ടതില്ല എന്നുള്ള നിർദ്ദേശമാണ് കത്തോലിക്ക വിശ്വാസികൾക്ക് കത്തോലിക്ക സഭ നൽകിയിരിക്കുന്നത്. ഇതിന് മുൻപുള്ള മാർപ്പാപ്പമാർ അവർ അത് വളരെ പലതവണ ആവർത്തിക്കുകയും അല്ലെങ്കിൽ അത് വ്യക്തമായി പഠിപ്പിക്കുകയും ചെയ്യുന്നൊരു ആശയമായിരുന്നു മറിയയുടെ മധ്യസ്ഥത അല്ലെങ്കിൽ സഹരക്ഷക എന്നുള്ളത്. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു ചേഞ്ച് വരുമ്പോൾ അതെങ്ങനെയാണ് ഈ ക്രൈസ്തവ സമൂഹത്തെ, പ്രത്യേകിച്ച് കാത്തലിക് വിശ്വാസത്തിലൊക്കെ ഉള്ളവരെ എങ്ങനെയാണത്, അവരെ എങ്ങനെ ആ നിലയിൽ ഉൾക്കൊള്ളാൻ കഴിയും എന്ന് സാർ പറയുന്നത്? അത് വളരെ പ്രസക്തമായൊരു ചോദ്യം തന്നെയാണ്. ഇതുവരെ അനേകർ മറിയയെ സഹരക്ഷകയായിട്ടും മധ്യസ്ഥയായിട്ടും ഒക്കെ ചിത്രീകരിച്ചിട്ടുണ്ട്. അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. പലരും മാത്രമല്ല, നമ്മുടെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തന്നെ തൻ്റെ പല പ്രസംഗങ്ങളിലായിട്ട് പറഞ്ഞത് 6 അല്ലെങ്കിൽ 7 പ്രാവശ്യമെങ്കിലും മറിയയെ സഹരക്ഷകയായിട്ട് വിശേഷിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല അനേക പള്ളികളുടെ പേരുമൊക്കെ മറിയയുടെ പേരിലുണ്ട്. കൃപാസനം പോലെയുള്ള പല പ്രവർത്തനങ്ങളും മറിയയുടെ ശക്തിയിൽ അധിഷ്ഠിതമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. അപ്പം ഒരു സുപ്രഭാതത്തിൽ മറിയയെ ഇനി അങ്ങനെ വിളിക്കേണ്ട എന്ന് പറയുന്നത് കൊണ്ട് ആളുകളുടെ ആശയക്കുഴപ്പം മാറാനായിട്ട് സാധ്യതയില്ല. ഇനിയും ഇതുമല്ല, മറിയയ്ക്ക് വിശേഷമായിട്ടുള്ള സ്ഥാനം കൊടുത്തുകൊണ്ടുള്ള അനേക ഉപദേശങ്ങൾ കത്തോലിക്കാ സഭയിലുണ്ട്. അപ്പോൾ ഇതൊരൊറ്റപ്പെട്ട ഉപദേശമായിട്ടെടുത്ത് ഇനിയും അങ്ങനെ പറയേണ്ട എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. മറിച്ച് മറ്റനേക മേഖലകളിൽ തിരുത്തലിൻ്റെ ആവശ്യമുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, മറിയ ഇമാക്കുലേറ്റ് ആണ്, അല്ലെങ്കിൽ പാപരഹിതയാണ് എന്നുള്ള ഒരു ഉപദേശം 1854 അത് അംഗീകരിച്ചത്. അതുപോലെ തന്നെ മറിയ ശരീരത്തോടുകൂടി ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയി എന്നുള്ള ഒരു ഉപദേശവും അത് 1950 അംഗീകരിക്കപ്പെട്ടത്. ഇതുപോലെ മറിയയുമായിട്ട് ബന്ധപ്പെട്ട് മറ്റനേക ഉപദേശ വിഷയങ്ങൾ സഭ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ ഉപദേശ വിഷയങ്ങളെല്ലാം വാസ്തവത്തിൽ മറിയയ്ക്കുള്ളൊരു വിശേഷ സ്ഥാനത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഉപദേശങ്ങളാണ്. അതുപോലെ തന്നെയാണ് മറിയ നിത്യ കന്യകയായിരുന്നു എന്ന് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ നോക്കുമ്പോൾ വാസ്തവത്തിൽ ഈ മറിയയുടെ സഹരക്ഷക സ്ഥാനമോ അല്ലെങ്കിൽ മധ്യസ്ഥ സ്ഥാനമോ ഒന്നും തന്നെ ഒറ്റപ്പെട്ട സ്ഥാനങ്ങളല്ല. വളരെ ചിന്തിച്ച് രൂപപ്പെടുത്തിയ ഒരു ദൈവശാസ്ത്രപരമായിട്ടുള്ള ഒരു സ്ഥാനം തന്നെയാണ് മറിയയുടെ സഹരക്ഷക സ്ഥാനവും അതുപോലെ മധ്യസ്ഥ സ്ഥാനവും എന്ന് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മറിയ വാസ്തവത്തിൽ നിത്യകന്യകയായിരുന്നോ, അല്ലെങ്കിൽ മറിയയ്ക്ക് മറ്റ് മക്കളില്ല എന്നുള്ളൊരു പഠിപ്പിക്കൽ ഇന്നുണ്ട്? എന്നാൽ അങ്ങനെയല്ല, യേശുവിന് മറ്റ് സഹോദരന്മാരുള്ളതായിട്ടും ബൈബിളിൽ കാണുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് പറയാൻ കഴിയും?
അത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. മറിയ ഒരു നിത്യ കന്യകയായിരുന്നുവോ എന്നുള്ളത്. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നത്, ശിശു ജനിക്കുന്നത് വരെ ജോസഫ് മറിയയെ പരിഗ്രഹിച്ചില്ല എന്നാണ്. ആ വാക്യത്തിൻ്റെ തന്നെ നേരിട്ടുള്ള വളരെ പ്ലെയിനായിട്ടുള്ള അർത്ഥം, ശിശു ജനിച്ചു കഴിഞ്ഞ് ജോസഫ് മറിയയെ പരിഗ്രഹിച്ചെന്നാണ്. ജോസഫ് മറിയയെ പരിഗ്രഹിച്ചെങ്കിൽ പിന്നീട് മറിയയ്ക്ക് തീർച്ചയായിട്ടും ഒരു നിത്യകന്യകയായിട്ടിരിക്കാനായിട്ട് കഴിയുമായിരുന്നില്ല. മാത്രമല്ല, മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം, അതുപോലെ ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം, ഇങ്ങനെ പല ഭാഗങ്ങളിൽ യേശുക്രിസ്തുവിൻ്റെ സഹോദരന്മാരെക്കുറിച്ച് പറയുന്നുണ്ട്. ഏതൊരു ഭാഷയിലും ഒരു വാക്കിന് ഉള്ള നേരിട്ടുള്ള അർത്ഥമാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ യേശുക്രിസ്തുവിന് സഹോദരന്മാരുണ്ടായിരുന്നു, സഹോദരിമാരുണ്ടായിരുന്നു എന്നൊക്കെ നേരിട്ട് ബൈബിളിൽ പറഞ്ഞിരിക്കുമ്പോൾ അത് നമ്മൾ അങ്ങനെ തന്നെയാണ് എടുക്കേണ്ടത്. പലരും അതിനെ വിശദീകരിച്ച് വേറെ അർത്ഥം കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. അത് കസിൻസ് ആയിരുന്നു എന്നൊക്കെ പറയാറുണ്ട്. അതിനൊരടിസ്ഥാനവുമില്ല. ഏതു ഭാഷയിലും ഒരു വാക്കിൻ്റെ പ്രാഥമിക അർത്ഥമാണ് അതിന് കൊടുക്കേണ്ടത്. ഇനിയും പ്രാഥമിക അർത്ഥം കൊടുക്കേണ്ടാത്ത ചില രംഗങ്ങൾ വന്നേക്കാം. അങ്ങനെയുള്ളിടത്ത് അവിടെ പ്രാഥമിക അർത്ഥമല്ല കൊടുക്കേണ്ടെന്നുള്ള സൂചന ആ ഭാഗത്ത് തന്നെ കാണും. ഇപ്പം 2 ബിസിനസ്സുകാർ ഒരു കാറിൻ്റെ വിലയെക്കുറിച്ച് പറയുമ്പോൾ അതിന് 10 രൂപയാണ് എന്ന് പറഞ്ഞാൽ നമ്മളാരും അത് 10 രൂപയാണെന്ന് ചിന്തിക്കത്തില്ല. അത് 10 ലക്ഷം എന്നേ നമ്മൾ ചിന്തിക്കത്തുള്ളൂ. അതെവിടെ നിന്നാണ് മനസ്സിലാക്കുന്നത്? അത് ആ കോണ്ടെക്സ്റ്റിൽ നിന്നാണ്. അതുപോലെ ഒരു ആടിന് 10 രൂപയാണ് എന്ന് പറഞ്ഞാൽ നമ്മളാരും 10 ലക്ഷമെന്ന് ചിന്തിക്കത്തില്ല. അത് 10,000 എന്നേ ചിന്തിക്കത്തുള്ളൂ. അപ്പോൾ ആ കോണ്ടെക്സ്റ്റിൽ നിന്ന്, അല്ലെങ്കിൽ ആ പശ്ചാത്തലത്തിൽ നിന്ന് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു പദത്തിന് വ്യത്യസ്തമായ സാദൃശ്യാത്മകമായിട്ടുള്ളൊരർത്ഥം കൊടുക്കണമെങ്കിൽ ആ ഭാഗത്തു നിന്ന് തന്നെ അത് ലഭിക്കേണ്ടതുണ്ട്. ഇത് ഭാഷയുടെ ഒരു നിയമമാണ്. അപ്പം യേശുക്രിസ്തുവിന് യാക്കോബ്, യോസെ എന്നൊക്കെയുള്ള സഹോദരന്മാരുണ്ടായിരുന്നു എന്ന് ബൈബിൾ പറയുന്നെങ്കിൽ അവരെ സഹോദരന്മാരായിട്ട് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ഇങ്ങനെയുള്ള വിവിധമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് യേശുക്രിസ്തുവിൻ്റെ മാതാവായ മറിയ നിത്യ കന്യകയായിരുന്നു എന്നുള്ള ഉപദേശത്തിന് യാതൊരു പ്രസക്തിയുമില്ല. അത് ബൈബിൾ വിരുദ്ധവുമാണ്. തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞത് വളരെ മനസ്സിലാക്കാവുന്ന ഉത്തരങ്ങളാണ്. എന്നാൽ അപ്പോൾ തന്നെ വിശുദ്ധ കന്യക മറിയം എന്നൊരു പദം പൊതുവെ ഉപയോഗിക്കാറുണ്ട്. അമലോത്ഭവ എന്നൊരു ആശയം പൊതുവെ കാത്തലിക്സാണ് അത് പഠിപ്പിക്കുന്നത്. മറിയയിൽ ജന്മപാപമില്ലായിരുന്നു എന്നൊരാശയമാണ് അല്ലേ? അങ്ങനെയാന്ന് തോന്നുന്നു. അത് അങ്ങനെ സാധിക്കുമോ? മറിയയ്ക്ക് ആ നിലയിൽ ആകാൻ പറ്റുമോ? അതിനെക്കുറിച്ച് ബൈബിൾ എന്തെങ്കിലും പറയുന്നുണ്ടോ? മറിയയെ വിശുദ്ധ എന്ന് വിളിക്കുന്ന ഒരു രീതി കത്തോലിക്ക സഹോദരന്മാർ അനുവർത്തിക്കുന്നുണ്ട്. അതുപോലെ മറിയ ജന്മന പാപരഹിതയായിരുന്നു എന്നും പഠിപ്പിക്കുന്നുണ്ട്. അതാണല്ലോ അമലോത്ഭവ എന്നൊക്കെ പറയുന്നത്. ഈ 2 പഠിപ്പിക്കലുകളും കത്തോലിക്ക സഭയിലുണ്ട്. ഒന്നാമത് ഞാൻ ആ വിശുദ്ധ മറിയം എന്നുള്ള ആ പ്രയോഗത്തെക്കുറിച്ച് തന്നെ ആദ്യം പറയാം. ബൈബിളിൽ അങ്ങനെ എങ്ങും ഉപയോഗിച്ചായിട്ട് നമ്മൾ കാണുന്നില്ല. മത്തായിയും മർക്കോസും ലൂക്കോസും ഒക്കെ സുവിശേഷം എഴുതുമ്പോൾ വിശുദ്ധ മറിയ എന്ന് മറിയയെക്കുറിച്ച് എങ്ങും പറയുന്നതായിട്ട് നമ്മൾ വായിക്കുന്നില്ല. അപ്പം ബൈബിളിലില്ലാത്ത ഒരു പ്രയോഗം മറിയയ്ക്ക് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ബൈബിൾ എങ്ങനെ കാണുന്നു അങ്ങനെ കണ്ടാൽ മതി. രണ്ടാമതായിട്ട്, പാപമോചനം നേടിയ എല്ലാ വിശ്വാസികളെയും ബൈബിള് വിളിക്കുന്നത് വിശുദ്ധരെന്നാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, എബ്രായ ലേഖനം 3-ാം അധ്യായത്തിൽ, ആകയാൽ വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, യേശുക്രിസ്തു എൻ്റെ പാപത്തിനു വേണ്ടി മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയും ഞാൻ യേശുക്രിസ്തുവിനെ എൻ്റെ കർത്താവും രക്ഷിതാവുമായിട്ട് അംഗീകരിക്കുകയും ചെയ്താൽ എനിക്ക് പാപമോചനം കിട്ടും. 100% എൻ്റെ പാപം ക്ഷമിക്കപ്പെടും. അങ്ങനെയാണെങ്കിൽ ഞാൻ വിശുദ്ധനാണ്. അങ്ങനെയാണെങ്കിൽ രക്ഷിക്കപ്പെട്ട ഏതു വിശ്വാസിയും വിശുദ്ധനാണ്. അങ്ങനെയാണെങ്കിൽ ഒരു വിശ്വാസിയെ മാത്രം പ്രത്യേകമായിട്ട് വിശുദ്ധൻ എന്ന് വിളിക്കുന്നതിൽ വാസ്തവത്തിൽ അർത്ഥമില്ല. അങ്ങനെയാണെങ്കിൽ എല്ലാവരെയും നമ്മൾ വിളിക്കുമ്പോൾ അങ്ങനെ വിളിക്കേണ്ടതായിട്ട് വരും. ഇന്ന് കാണുന്ന സഹോദരന്മാരിലും രക്ഷിക്കപ്പെട്ട ഒരാളെ കണ്ടാൽ വിശുദ്ധ ജോസഫേ അല്ലെങ്കിൽ വിശുദ്ധ സാമേ എന്നൊക്കെ വിളിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ നമ്മൾ വിളിക്കാറില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം, രക്ഷിക്കപ്പെട്ട വിശ്വാസികളായ എല്ലാ വിശ്വാസികളും വിശുദ്ധരാണെങ്കിൽ ഒരാളെ മാത്രം വിളിക്കുന്നതിലൊരു തെറ്റിദ്ധാരണ സൃഷ്ടിക്കാനായിട്ട് ഉള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ സൃഷ്ടിക്കാനായിട്ട് മനഃപൂർവ്വമായിട്ടാണോ
അങ്ങനെ ഒരു പ്രയോഗം നിലവിൽ വന്നതെന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. മറിയ മറ്റു മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തയാണ് എന്നുള്ള ഒരു 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 ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ടാണോ ആ പദപ്രയോഗം നിലവിൽ കൊണ്ടുവന്നത് എന്ന് നമുക്ക് സംശയിക്കാനുള്ള ന്യായമായ സാധ്യതയുണ്ട്. അതുപോലെ അമലോത്ഭവ എന്നുള്ള പ്രയോഗത്തെക്കുറിച്ചും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1854 മറ്റോ ആണ് ഈ ഉപദേശം കൊണ്ടുവരുന്നത്. അപ്പം ഒരു യേശുക്രിസ്തു മരിച്ചുയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ് ഒരു 1820 വർഷം കഴിഞ്ഞൊരു പുതിയ ഉപദേശം കൊണ്ടുവരിക, അമലോത്ഭവ എന്നുള്ള ഉപദേശം. അങ്ങനെ ഒരു ഉപദേശത്തിൻ്റെ ആവശ്യമുണ്ടോ? അങ്ങനെ ഒരു ഉപദേശം കൊണ്ടുവന്നാൽ ഏതോ പ്രത്യേക വിധത്തിൽ, അതിനൊരു സ്പെഷ്യൽ ഗ്രേസ് എന്നൊക്കെയാണ് അവർ പറയുന്നത്, പ്രത്യേക കൃപ കാണിച്ച് മറിയയെ പാപരഹിതയാക്കി, അങ്ങനെ മറിയ ജനിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ജനിക്കുന്ന ആ പ്രക്രിയയിൽ പോലും മറിയയെ സംബന്ധിച്ച് ഒരു പാപവും ഉണ്ടായിരുന്നില്ല, മറിയ വിശുദ്ധയായിരുന്നു എന്നാണ് അങ്ങനെയുള്ളവർ വിശ്വസിക്കുന്നത്. പക്ഷേ അതിന് വേദപുസ്തകത്തിൽ ഒരു തെളിവുമില്ല. മാത്രമല്ല, ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായത്തിന് നമ്മൾ മുമ്പേ പറഞ്ഞ ഭാഗത്ത് 47-ാം വാക്യത്തിലൊക്കെ നമ്മൾ വായിക്കുന്നത് മറിയയും തനിക്കൊരു രക്ഷിതാവിനെ വേണമെന്ന് ചിന്തിച്ചിരുന്നെന്നുള്ള അർത്ഥത്തിലാണ്. മറിയ തന്നെ പറയുക എൻ്റെ രക്ഷിതാവായ കർത്താവ് എന്നുള്ള പ്രയോഗം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മറിയ പാപിയാണെന്ന് മറിയയ്ക്ക് തന്നെ ബോധ്യമുണ്ടായിരുന്നു. അപ്പം പിന്നെ വേറൊരാൾ അല്ലെങ്കിൽ വേറൊരു സമൂഹം മറിയയ്ക്ക് പാപമില്ലായിരുന്നു എന്ന് പറയുന്നത് അർത്ഥശൂന്യമാണ്. മാത്രമല്ല, ദൈവശാസ്ത്രപരമായിട്ട് അങ്ങനെയുള്ള ഉപദേശത്തിൽ വലിയൊരു കുഴപ്പമുണ്ട്. അതായത് മറിയയെ ദൈവം പ്രത്യേക കൃപ കൊടുത്ത് വിശുദ്ധീകരിച്ചു. അങ്ങനെയാണെങ്കിൽ ലോകജാതികളെ എല്ലാം ആ പ്രത്യേക കൃപ കൊടുത്ത് വിശുദ്ധീകരിച്ചാൽ പോരായിരുന്നു. ആദം പാപം ചെയ്ത് കഴിഞ്ഞ സമയത്ത് തന്നെ ആദാമിന് ആ പ്രത്യേക കൃപ കൊടുത്ത് ആദാമിനെ അങ്ങ് വിശുദ്ധീകരിച്ചിരുന്നു എങ്കിൽ യേശുക്രിസ്തു വരേണ്ട ആവശ്യമില്ലായിരുന്നു. മാത്രമല്ല, നൂറുകണക്കിന് ആളുകൾ പാപികളായിട്ട് ഈ ലോകത്തിൽ പാപം ചെയ്ത് ദുഷ്ടത ചെയ്ത് ജീവിക്കുന്ന അവസ്ഥ വരുമായിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് ദൈവത്തിൻ്റെ ഈ പ്രത്യേക കൃപ കാണിക്കാഞ്ഞത് കൊണ്ടാണ് ഈ ലോകത്തിൽ ഈ മുഴുവൻ പാപികളുണ്ടായതും, മാത്രമല്ല ഈ മുഴുവൻ ദുഷ്ടത ലോകത്തിൽ നിറഞ്ഞതും. എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ ദുഷ്ടതയ്ക്കും പാപത്തിനും മുഴുവൻ ഉത്തരവാദി ദൈവമാണെന്ന് വരും. രണ്ടാമതായിട്ട് അതിലും ഗൗരവകരമായിട്ടുള്ളൊരു കാര്യമുണ്ട്. ദൈവത്തിൻ്റെ പുത്രനാണ് യേശുക്രിസ്തു. ദൈവം തന്നെപ്പോലെ തന്നെ സ്നേഹിക്കുന്ന, സമ്പൂർണ്ണ സ്നേഹത്തിൽ അധിവസിക്കുന്ന വ്യക്തിത്വങ്ങളാണ് പിതാവും പുത്രനും. അങ്ങനെ തൻ്റെ ഇഷ്ടനായ പുത്രനെ കൊന്നുകളഞ്ഞു മാനവജാതിയെ വീണ്ടെടുക്കാൻ ദൈവം തീരുമാനിച്ചു എന്നാണ് ബൈബിളിൽ നമ്മൾ വായിക്കുന്നത്. പുതിയ നിയമം മുഴുവൻ അതാ പറയുന്നത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ വേറൊരു മാർഗമുണ്ടായിട്ടും, അതായത് പ്രത്യേക കൃപ കൊടുത്ത് ഒരാളെ പാപിയല്ലാതാക്കാനുള്ള ഒരു മാർഗമുണ്ടായിരുന്നു എങ്കിൽ ദൈവം എന്തുകൊണ്ട് തൻ്റെ പുത്രനെ കൊല്ലാനായിട്ട് തീരുമാനിച്ചു? ദൈവം ക്രൂരനായ ഒരു പുത്രഹന്താവായിട്ട് മാറത്തില്ലേ? അതിൻ്റെ ഈ ഒരു ഉപദേശം നമ്മൾ പറയുമ്പോൾ അതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുന്നത് കൊണ്ടാണ്. ഇതൊക്കെ ഉണ്ടാക്കിയത് വലിയ പണ്ഡിതന്മാരായിരിക്കും, എന്നാലും വലിയ പണ്ഡിതന്മാർക്ക് വരുന്ന അബദ്ധങ്ങളാണ് ഇങ്ങനെയുള്ള ഉപദേശങ്ങളെന്ന് പറയാതിരിക്കാനായിട്ട് വയ്യ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മറിയയും ഒരു പാപിയായ സ്ത്രീ തന്നെയായിരുന്നു. പക്ഷേ അവളിൽ വിശ്വാസത്തിൻ്റെ വലിയ ഒരു അവസ്ഥയും, മാത്രമല്ല അനുസരണത്തിൻ്റെ അവളുടെ വലിയൊരു മനോഭാവമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് അവൾ തന്നെ കർത്താവിന് സമർപ്പിച്ച് അങ്ങനെ ഒരു വ്യത്യസ്തയായി തീർന്നു എന്ന് നമുക്ക് വേണേൽ പറയാം. പക്ഷേ അവൾ വിശുദ്ധയായിരുന്നെന്നോ അമലോത്ഭവയായിരുന്നു എന്നൊന്നും പറയാനായിട്ട് ബൈബിൾ നമ്മളെ അനുവദിക്കുന്നില്ല. മാത്രമല്ല, അങ്ങനെയുള്ള ഉപദേശങ്ങൾ കൊടും ദുരുപദേശങ്ങളിൽ കൊണ്ടെത്തിക്കും എന്നുള്ളതിന് സംശയമില്ല. മാത്രമല്ല, അതിനകത്തൊരു ടെക്നിക്കൽ പ്രോബ്ലം എന്ന് വേണേൽ പറയാം. മറിയ വിശുദ്ധയായിട്ടാണ് ജനിച്ചതെങ്കിൽ മറിയയുടെ മാതാപിതാക്കളെക്കുറിച്ചും ചിന്തിക്കേണ്ടി വരും. അപ്പോൾ അവരും പാപികളല്ല എന്ന് വരുത്തേണ്ടി വരും. ശരിക്കും പറഞ്ഞാൽ മറിയ പാപിയല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ മറിയയുടെ മാതാവും പിതാവും പാപിയല്ലായിരുന്നു എന്ന് പറയേണ്ടി വരും. മറിയയുടെ മാതാവും പിതാവും പാപി അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളും പാപികളല്ല എന്ന് പറയേണ്ടി വരും. അങ്ങനെ പറഞ്ഞു പോയാൽ ആദാമും പാപിയല്ലായിരുന്നു എന്ന് പറയേണ്ടി വരും. പക്ഷേ ബൈബിൾ പറയുന്നത് ഈ ലോകത്തിലെ സകലരും പാപികളാണെന്നാണ്. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. നമ്മൾ റോമാലേഖനം 3-ാം അധ്യായത്തിലെ വാക്യം ഉദ്ധരിക്കുന്നത് കാണുന്നുണ്ട്, 12 തൊട്ടുള്ള ഭാഗങ്ങളിൽ. ഈ ലോകത്തിൽ നീതിമാനായിട്ട് ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. അങ്ങനെ പറയുമ്പോൾ അതിനകത്ത് മറിയയും വരുന്നുണ്ട്. അപ്പം മറിയയുടെ പിതാവും മറിയയുടെ മാതാവും അതിന് മുന്നിലുള്ള തലമുറകളെല്ലാം ആ ഒരു നിർവചനത്തിൽ വരും. അപ്പം പാപികളല്ലാത്തവരാരുമില്ല, എല്ലാവരും പാപികളാണ്. ഇത് ബൈപ്പാസ് ചെയ്യാനായിട്ടാണ് വളരെ ബുദ്ധിമാന്മാരായിട്ടുള്ള ഏതോ ഒരു തിയോളജിയന് സ്പെഷ്യൽ ഗ്രേസിൻ്റെ കാര്യം പറഞ്ഞു വെച്ചത്.
അതായത് മറിയയോട് ദൈവം ഒരു സ്പെഷ്യൽ ഗ്രേസ്, ഒരു പ്രത്യേക കൃപ കാണിച്ചു എന്നും അവൾ ജനിക്കുമ്പോൾ തന്നെ ആ ഒരു വിശുദ്ധ വനിതയായിട്ട് ജനിച്ചു എന്നും പറഞ്ഞ് ആ ഷോർട്ട് കട്ട് കണ്ടുപിടിച്ച അതാണ്. പക്ഷെ അങ്ങനത്തെ ഷോർട്ട് കട്ട് കണ്ടുപിടിച്ചപ്പോൾ വരുന്ന കുഴപ്പം, അങ്ങനെ ഒരു മാർഗം ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ എന്തിനു പുത്രനെ കൊന്നു എന്നുള്ള ചോദ്യം അവശേഷിക്കും. അതായത് ദൈവത്തിൻ്റെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് പോകേണ്ടി വരും. മറ്റൊരു ആശയം മറിയയെ സംബന്ധിച്ച് വരുന്നത് 1950 മറ്റോ ആണെന്ന് തോന്നുന്നു. പോപ്പ് പയസ് 12 ഒരു പ്രഖ്യാപനം നടത്തി, മറിയയുടെ സ്വർഗാരോഹണം. യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്തതുപോലെ തന്നെ മറിയും സ്വർഗാരോഹണം ചെയ്യപ്പെട്ടു എന്നാണ് അദ്ദേഹം താൻ പറയുകയുണ്ടായത്. അതിന് എന്തെങ്കിലും തെളിവുകളോ എന്തെങ്കിലും ആശയങ്ങളോ ബൈബിളിൽ നമുക്ക് കാണാൻ പറ്റുമോ? ചരിത്രത്തിൽ കാണാൻ പറ്റുമോ? ചരിത്രത്തിലോ ബൈബിളിലോ ഉള്ള എന്തെങ്കിലും തെളിവുകളുടെ അടിസ്ഥാനത്തിലുണ്ടാക്കിയ ഒരു ഉപദേശമല്ല മറിയ ഉടലോടെ ഉയർത്തെഴുന്നേൽക്കപ്പെട്ട് സ്വർഗത്തിലേക്ക് പോയി എന്നുള്ള ഉപദേശം. മറിയ തന്നെ പറയുന്നുണ്ട് താനൊരു പാപിയാണ്, എനിക്കൊരു രക്ഷിതാവ് ആവശ്യമുള്ള ആളാണ് എന്ന് മറിയ തന്നെ സമ്മതിക്കുന്നുണ്ട്. ബൈബിള് പറയുന്നുണ്ട് മറിയ പാപിയായിരുന്നു. കാരണം നീതിമാന്മാരാരുമില്ല, ഒരുത്തൻ പോലും ഇല്ല എന്നുള്ള പറയുന്നതിൽ മറിയയും ഉൾപ്പെട്ടിരിക്കുന്നു. അങ്ങനെയുള്ള മറിയയ്ക്ക് ഒരു സ്പെഷ്യൽ ഡിസ്പെൻസേഷന് ബൈബിള് എങ്ങും നിർവചിക്കുന്നില്ല. മാത്രമല്ല, അങ്ങനെയൊരു സ്പെഷ്യൽ ഡിസ്പെൻസേഷൻ ഉണ്ടായിരുന്നുവെങ്കിൽ, അത് നമ്മൾ അറിയണമെന്ന് ദൈവത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നുവെങ്കിൽ അത് ബൈബിളിൽ രേഖപ്പെടുത്തുമായിരുന്നു. അത് ബൈബിളിൽ വളരെ എളുപ്പം രേഖപ്പെടുത്താവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അങ്ങനെ ഒരു കാര്യം രേഖപ്പെടുത്താൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിച്ചില്ല എന്ന് വേണം നമ്മൾ ചിന്തിക്കാൻ. ബൈബിളിലെ അവസാന പുസ്തകം എഴുതുന്നത് AD 96 വിശ്വസിക്കുന്നത്. അപ്പം മറിയയുടെ മരണം അതിനു മുമ്പായിരിക്കണം. അപ്പം മറിയ ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തിരുന്നുവെങ്കിൽ അത് എഴുതപ്പെടാനായിട്ട് പറ്റിയ ഗൗരവമുള്ള പ്രാധാന്യമുള്ള ഒരു വിഷയം തന്നെയാണ്. അപ്പോൾ അത് എഴുതപ്പെടാതെ വിട്ടിരിക്കുന്നു എന്നുള്ളത് തന്നെ അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവാണ്. മാത്രമല്ല, യേശുക്രിസ്തുവിന് പിൽക്കാലത്ത് ജീവിക്കുന്ന ആരെങ്കിലും ഉടലോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു പോകുന്ന കാര്യത്തെക്കുറിച്ച് ബൈബിൾ സംസാരിക്കുന്നില്ല. മറിച്ച് ബൈബിള് പറയുന്നത് ഇനിയും യേശുക്രിസ്തുവിൻ്റെ ഒരു വരവുണ്ട്. ആ വരവിൻ്റെ സമയത്ത് മരിച്ചവർ അക്ഷയരായി ഉയർക്കും, എന്നിട്ട് അവർ യേശുക്രിസ്തുവിനോടുകൂടെ ആയിരിക്കുമെന്നാണ്. ആ മരിച്ചവർ എന്നുള്ള ആ ബഹുവചന രൂപത്തിൽ പുതിയ നിയമകാലത്ത് ജനിച്ച എല്ലാവരെയും ചേർത്താണ് പറയുന്നത്. അപ്പം മറിയയും യേശുക്രിസ്തുവിൻ്റെ 2ാം വരവെങ്കിലേ ഉയർത്തെഴുന്നേൽക്കത്തുള്ളൂ എന്ന് ബൈബിൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിന് വിരുദ്ധമായിട്ട് മറിയ ഉയർത്തെഴുന്നേറ്റു സ്വർഗാരോഹണം ചെയ്തു എന്നുള്ള പഠിപ്പിക്കലുകൾ ഒന്നും വാസ്തവത്തിൽ തിരുവചനാടിസ്ഥാനത്തിലുള്ളതല്ല. ചരിത്രത്തിൽ പിന്നെ തെളിവുകളില്ല എന്ന് പറയേണ്ടതില്ലല്ലോ. ഒരു പക്ഷെങ്കിൽ ഇങ്ങനെയുള്ള ഉപദേശങ്ങളൊക്കെ മറിയ ഒരു നിത്യ കന്യകയായിരുന്നു എന്നുള്ളതും അമലോത്ഭവം ഉണ്ടായിരുന്നു എന്നുള്ളതും അതുപോലെ മറിയ ഇങ്ങനെ ഉടലോടെ സ്വർഗത്തിൽ പോയി എന്ന് പറയുന്നതുമൊക്കെ തന്നെ ഈ മറിയയെ ഒരു വ്യത്യസ്തയായിട്ടുള്ള ഒരു ആളായിട്ട് ഉയർത്തി കാണിച്ചിട്ട് ഈ മറിയയിലേക്ക് ആളുകളുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് മറിയാരാധനയും മറിയയോടുള്ള പ്രാർത്ഥനയും ഒക്കെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഏതോ കാലത്ത് ആരോ ഉണ്ടാക്കിയ ചട്ടങ്ങളാണ് അല്ലെ ക്രമങ്ങളാണ് എന്ന് ചിന്തിക്കേണ്ടതായിട്ട് വരും. തീർച്ചയായിട്ടും വളരെ നമ്മുടെ ഓഡിയൻസിന് വളരെ പ്രയോജനകരമായ ഉത്തരങ്ങളാണ് താങ്കളിൽ നിന്ന് ലഭിച്ചത്. അപ്പോഴൊരു സംശയം ബാക്കി നിൽക്കുന്നു. ഈ മറിയയുടെ പ്രാധാന്യം എന്താണ്? അല്ലെ മറിയയ്ക്കൊരു പ്രാതിനിധ്യമില്ലേ ബൈബിളിൽ? അല്ലെങ്കിൽ ലോകത്തിൻ്റെ രക്ഷിതാവായ യേശുക്രിസ്തുവിനെ തൻ്റെ ഉദരത്തിൽ ചുമന്ന് പ്രസവിച്ച് തൻ്റെ ബാല്യകാലത്തിൽ തന്നെ വളർത്തി വലുതാക്കിയ മറിയ മാത്രമല്ല, ബൈബിളിൽ തന്നെ ഭാഗ്യവതി എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്, കൃപ ലഭിച്ചവൾ എന്നൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം മറിയയുടെ സ്ഥാനം പ്രത്യേകിച്ച് ക്രൈസ്തവരുടെ ഇടയിൽ അല്ലെങ്കിൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന യേശുക്രിസ്തുവിനെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മറിയയ്ക്ക് എത്രമാത്രം പ്രാധാന്യം കൊടുക്കാൻ പറ്റും? മറിയയെ ആ നിലയിൽ ആദരിക്കപ്പെടേണ്ടവളല്ലേ എന്നൊരു സംശയം നമ്മുടെ ഓഡിയൻസിന് ഒരു പക്ഷേ തോന്നിയേക്കാം. മറിയ വിശ്വാസത്തിൻ്റെയും അനുസരണത്തിൻ്റെയും താഴ്മയുടെയും പ്രതീകമാണ്. മാത്രമല്ല, അവളും മശിഹയ്ക്കായിട്ട് കാത്തിരുന്നവളായിരുന്നിരിക്കണം. അവൾക്ക് പഴയ നിയമത്തെക്കുറിച്ചുള്ള നല്ല ധാരണയുണ്ട്. അപ്പോൾ ഇതെല്ലാം നോക്കുമ്പോൾ ഒരു ഉത്തമ സ്ത്രീയായിട്ട് തീർച്ചയായിട്ടും മറിയയെ കാണാം. അപ്പം മനുഷ്യർ സ്ത്രീകളുടെ കൂട്ടത്തിൽ ഒരു മഹിളാരത്നം തന്നെയാണ് മറിയ. പക്ഷേ മറിയ തന്നെ പറയുന്നുണ്ട് ഞാൻ പാപിയാണ്. കാരണം എൻ്റെ രക്ഷകനായ കർത്താവിനെ എന്നുള്ള യൂസേജിൽ നിന്ന് മറിയയ്ക്ക് തന്നെ അറിയാൻ താൻ പാപിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മറിയയെ പ്രത്യേക അർത്ഥത്തിൽ വിശുദ്ധയായിട്ടോ
അല്ലെങ്കിൽ പാപമില്ലാത്തവളായി ജനിച്ചു എന്നുള്ള അർത്ഥത്തിലോ ഒക്കെ നമ്മൾ വാഴ്ത്തുന്നത് ബൈബിൾ വിരുദ്ധമാണ്. മറിച്ച് പലരും മറിയയെക്കുറിച്ച് വളരെ മോശമായ പദപ്രയോഗങ്ങളൊക്കെ ഉപയോഗിച്ച് കേൾക്കാറുണ്ട്. ഈ കത്തോലിക്ക വിശ്വാസത്തെ ചോദ്യം ചെയ്യുക അതിൻ്റെ ആവശ്യമില്ല. കാരണം മറിയയ്ക്ക് പ്രത്യേകമായിട്ട് ഒരു ചുവടുവയ്പ് വയ്ക്കാനായിട്ട് കഴിഞ്ഞ ഒരു സ്ത്രീയാണ്. ആ സ്ത്രീയെക്കുറിച്ച് നമ്മൾ തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള അഭിപ്രായങ്ങളൊന്നും പറയുന്നതും ശരിയല്ല. അനേക വിശുദ്ധന്മാർ ജീവിച്ചിട്ടുണ്ട്. അവരിലെ വളരെ വ്യത്യസ്തതയുള്ള അനേകരുടെ ഇടയിലെ ഒരു ശോഭിക്കുന്ന നക്ഷത്രമായിട്ട് വേണം നമ്മൾ മറിയയെ കാണാൻ. നമ്മൾ വേറൊരു ഉദാഹരണം, ഇതേപോലൊരു സ്ത്രീയെക്കുറിച്ച് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഇവൾ ചെയ്തത് ലോകമെങ്ങും സുവിശേഷം പ്രസംഗിക്കുന്നിടത്തൊക്കെ പ്രസംഗിക്കപ്പെടും എന്ന് പറയുന്നു. ലോകത്ത് സുവിശേഷം പറയുന്നിടത്തെല്ലാം നിന്നെക്കുറിച്ച് പ്രസംഗിക്കും. അതൊരു സ്പെഷ്യൽ ഒരു ബ്ലെസ്സിങ് കൊടുക്കുന്നുണ്ട്. അതിന് നമുക്ക് അത്രയും അംഗീകരിക്കാം. പക്ഷേ അതിൻ്റെ പേരിൽ അവളെ വാഴ്ത്തപ്പെട്ടവളായിട്ടോ അല്ലെങ്കിൽ മധ്യസ്ഥയായിട്ടോ നമ്മൾ കണക്കാക്കുന്നതൊട്ടും ശരിയല്ല. മാത്രമല്ല, ഈ പഴയ നിയമകാലത്തൊക്കെ കർത്താവിന് വേണ്ടി മരിച്ച ധാരാളം പേരുണ്ട്. നമ്മൾ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അനേകരുടെ പേരുകൾ അതിനകത്ത് കാണുന്നുണ്ട്. കർത്താവിന് വേണ്ടി കഷ്ടം അനുഭവിച്ചവർ, മരിച്ചവർ, ഇർച്ചവാളാൽ അറുക്കപ്പെട്ടവർ, അവരുമൊക്കെ അതുപോലെ ദൈവം വളരെ ആദരിക്കുന്ന, അവരുടെ വിശ്വാസത്തെ ദൈവം തീർച്ചയായിട്ടും അംഗീകരിക്കുന്നവർ തന്നെയാണ്. അതുകൊണ്ട് മറിയയ്ക്ക് പ്രത്യേക ഒരു സ്ഥാനം ഈ അർത്ഥത്തിൽ ഒരു വിശുദ്ധയെന്നോ അല്ലെങ്കിൽ നമ്മളെ രക്ഷിക്കപ്പെടാൻ സഹായിക്കുന്ന ഒരാളോ എന്നുള്ള അർത്ഥത്തിലോ കൊടുക്കുന്നത് ശരിയല്ല. മാത്രമല്ല, ബൈബിളിൻ്റെ ഉദ്ദേശം മാനവ പാപമോചനമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാനവ പാപമോചനത്തിനെ ഡൈല്യൂട്ട് ചെയ്യത്തക്ക വിധത്തിൽ ഒന്നും പറയാനോ ചെയ്യാനോ പാടില്ല. ലോകത്തിലെ പാപിയായ മനുഷ്യൻ്റെ നിത്യശിക്ഷാവിധി ഏറ്റെടുക്കാനായിട്ട് അവർക്ക് പകരമായിട്ട് യേശുക്രിസ്തു വന്നു. നമുക്കറിയാം, ഇന്ന് ഒരാൾക്കൊരു കടമുണ്ടെങ്കിൽ ആ കടം വേറൊരാൾ കൊടുത്തു തീർത്താൽ കടം വീടും. ഇനി ഒരു ക്രിമിനൽ കുറ്റം ചെയ്ത ആളാണെങ്കിൽ ആ ആൾ തന്നെ നമ്മുടെ നിയമത്തിൽ പറയുന്ന അത്രയും വർഷം ജയിലിൽ കിടന്ന് കോമ്പൻസേറ്റ് ചെയ്താൽ മതി. അതോടുകൂടെ പിന്നെ സ്വാതന്ത്ര്യം കിട്ടും, വെളിയിലിറങ്ങാം, ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം. അതാണ് ലോകത്തിലെ വ്യവസ്ഥിതി. അപ്പം ലോകത്തിൽ ഏതു പാവവും ഇന്നും പരിഹരിക്കപ്പെടുന്നത് പ്രതിപകരം നടത്തിയ. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ നിത്യശിക്ഷാവിധിക്ക് പകരമായിട്ടുള്ള ശിക്ഷ യേശുക്രിസ്തു സമ്പൂർണ്ണമായിട്ടും ഏറ്റെടുത്തു. അതൊരു പെർഫെക്റ്റ് കോമ്പൻസേഷനായിരുന്നു, ഒരു പെർഫെക്റ്റ് പ്രതിപകരമായിരുന്നു. അല്ലെ, യേശുക്രിസ്തുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഞാൻ മറുവിലയായിട്ട് മരിക്കാനായിട്ടാണ് വന്നത്, മറ്റുള്ളവരുടെ മറുവില കൊടുക്കുകയായിരുന്നു. അതൊരു പെർഫെക്റ്റ് സിസ്റ്റമാണ്. എറ്റേണൽ പണിഷ്മെൻ്റ് ആയിരുന്നു നമ്മുടെ നിത്യശിക്ഷാവിധിയായിരുന്നു. നിത്യശിക്ഷാവിധി മാറ്റണമെങ്കിൽ പെർഫെക്റ്റായിട്ടുള്ള ഒരു രക്ഷാപദ്ധതിക്കേ കഴിയുമായിരുന്നുള്ളൂ. നിത്യനായ, സർവശക്തനായ, സർവജ്ഞാനിയായ ദൈവം എൻ്റെയും നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിന് വേണ്ടി മരിച്ച് പകരം കൊടുത്ത് വീട്ടി, അങ്ങനെ നമുക്ക് പാപമോചനം നേടാനായിട്ട് കഴിയത്തുള്ളായിരുന്നു. അപ്പോൾ അതിന് ഏതെങ്കിലും തരത്തിലുള്ള ബലഹീനത ആരോപിക്കുന്ന ഒരു ഉപദേശവും സ്വീകാര്യമല്ല. അപ്പം മറിയ സഹരക്ഷകയാണെന്ന് പറഞ്ഞാൽ ഒട്ടും അംഗീകാരയോഗ്യമല്ല. മറിച്ച് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതൊരു മനുഷ്യനും ഇന്നും പാപമോചനമുണ്ട്. ഞാനൊരു പാപിയാണ്, എൻ്റെ പാപത്തിന് പകരമായിട്ട് എനിക്ക് നിത്യശിക്ഷാവിധി വിധിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഒരു ദിവസം ഞാൻ അതിലേക്ക് കടക്കാൻ പോവുക. ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവത്തിൻ്റെ ഗുണവിശേഷങ്ങളുടെ സാന്നിധ്യവും ഒട്ടുമില്ലാത്ത, ദൈവത്തിൽ നിന്ന് സമ്പൂർണ്ണ വേർപാട് അനുഭവിക്കുന്ന ഒരു നിത്യശിക്ഷാവിധി, ഒരു എറ്റേണൽ പണിഷ്മെൻറ്റ് എന്നെ കാത്തിരിക്കുന്നു. അതിന് പകരമായിട്ട് യേശുക്രിസ്തു എനിക്ക് വേണ്ടി, സർവശക്തൻ, സർവജ്ഞാനി യേശുക്രിസ്തു എനിക്ക് പകരമായിട്ട് മരിച്ചു. ഒരു സർവജ്ഞാനി, ഒരു സർവശക്തൻ ഒരു നിമിഷം ഏൽക്കുന്ന ശിക്ഷയ്ക്ക് നിത്യമായിട്ടുള്ള അളവാണുള്ളത്. അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ അനുഭവിച്ച ശാരീരിക വേദനയ്ക്കും മാനസിക വേദനയ്ക്കും പിതാവിൽ നിന്നുള്ള സെപ്പറേഷനുമൊക്കെ എൻ്റെ നിത്യനരക ശിക്ഷയെക്കാളും അനന്ത തവണ ഗൗരവമുള്ളതാണ്, ആഴമുള്ളതാണ്. അത് എനിക്ക് പകരമായിട്ട് നമുക്ക് പകരമായിട്ട് അനുഭവിച്ച് തീർത്ത് നമുക്ക് പാപമോചനം ഒരുക്കിയ വിലയേറിയ രക്ഷാമാർഗമാണ് യേശുക്രിസ്തു ഒരുക്കിയത്. അത് ഡൈല്യൂട്ട് ചെയ്യാനായിട്ട് ഇടയാകാനായിട്ട് പാടില്ല ഒരു വിധത്തിലും, ഒരു ഉപദേശം വഴിയും. യെസ്, ദിസ് ഈസ് ദ ഒൺലി ആൻസർ ഫോർ ദ സിൻ ഓഫ് മാൻ. മനുഷ്യൻ്റെ പാപത്തിന് വേണ്ടിയുള്ള ഏക ഉത്തരം യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണമാണ്, യേശുക്രിസ്തുവിൻ്റെ പ്രതിപകര മരണമാണ്, യേശുക്രിസ്തു കൊടുത്ത മറുവിലയാണ്. അതിൽ വിശ്വസിച്ച് പാപമോചനം നേടാൻ എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ഇടയാകട്ടെ എന്നുള്ളതാണ് വാസ്തവത്തിൽ എൻ്റെ പ്രാർത്ഥനയും എൻ്റെ ഹൃദയത്തിൻ്റെ വലിയ വാഞ്ചയും.
സഹരക്ഷക എന്നൊരു സ്ഥാനം മറിയയ്ക്ക് നൽകേണ്ടതില്ല എന്ന് പോപ്പ് പറയാം. നേരത്തെ അങ്ങനെ രക്ഷയ്ക്ക് യേശുക്രിസ്തുവും മറിയയും രണ്ടുപേരോട് ചേർന്നുള്ള ഒരു പ്രോഗ്രാമായിട്ടാണോ ഒരു കാലത്ത് വിശ്വസിച്ചിരുന്നത്? അപ്പോസ്തോലിക ശുശ്രൂഷ 1-ാം നൂറ്റാണ്ടിൽ തന്നെ അവസാനിച്ചു. കാരണം അവർ ഫൗണ്ടേഷണൽ വർക്കാണ്, സഭയുടെ അടിസ്ഥാന വർക്കാണ്. ഇപ്പം 100 നില കെട്ടിടങ്ങളൊക്കെ ഉണ്ട്. എല്ലാ 10 നിലയ്ക്കും ഒരടിസ്ഥാനം ഇടുക എന്നൊരു കാര്യത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റും. അപ്പം ഇനിയും അപ്പോസ്തലന്മാരുടെയും പ്രവാചകന്മാരുടെയും ശുശ്രൂഷയില്ല, അത് കഴിച്ചിരിക്കുന്നു. ഒരേ സമയം 3 പോപ്പുമാരുണ്ടായിരുന്ന കാലമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏത് പോപ്പ് വഴിയാണ് കൈവെപ്പ് വന്നത്? അതുപോലെ ഭയങ്കര കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട പോപ്പുമാരെക്കുറിച്ചുള്ള ചരിത്രങ്ങളുണ്ട്. പിന്നീട് പോപ്പുമാർക്ക് ക്ഷമ പറയേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ പലപ്പോഴും ഇൻഫാലിബിലിറ്റി അല്ലെങ്കിൽ തെറ്റിക്കൂടാവരം അവർക്ക് പലപ്പോഴും ഡിഫെൻഡ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ പഠിപ്പിക്കൽ, ചില കൗൺസിലുകളൊക്കെ കൂടി എടുക്കുന്ന തീരുമാനങ്ങൾ ഫൈനലാണ്. അതിന് ബൈബിളിനോളം തന്നെ പ്രാധാന്യമുണ്ട്.